everyone, welcome to Olympiad classes. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് RMO 2024 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് ABCD be a cyclic quadrilateral. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ABCD എന്ന് പറഞ്ഞ ഒരു cyclic quadrilateral ഉണ്ട്, such that AB is parallel to CD. So, AB is parallel to CD. Let O be the circumcenter of ABC. So this is the circumcenter and L is the point on AD. L എന്ന് പറയുന്നത് AD യിലെ ഒരു പോയിന്റ് ആണ്, such that these are perpendicular. OL and AD are perpendicular. We have to prove that OB into AB plus CD is equal to OL into AC plus BD. So OB എന്ന് പറയുന്നത്, see, OB means the radius, അല്ലെ? AB plus CD എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡ്സ് ആണ്. AB യും CD യും ആണ് പാരലൽ സൈഡ്സ്, അല്ലെ? സോ അതിന്റെ സം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, is equal to OL into AC plus BD. So AC plus BD എന്ന് പറയുമ്പോൾ it is the diagonals. അപ്പോൾ ഡയഗണൽസിന്റെ സം ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ റേഡിയസ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ് ഈക്വൽ ടു OL ഇൻറ്റു സം ഓഫ് ദി ഡയഗണൽസ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പാരലൽ സൈഡ്സ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഏതെങ്കിലും ഒരു സൈഡ്സ്, ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ we can say that they are isosceles trapezium. ഓക്കെ, അതെങ്ങനെയാ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം, അല്ലെ? സി ഫോർ എക്സാമ്പിൾ, ഈ ആംഗിള് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ആംഗിള് എക്സ് ആണ്. സോ വാട്ട് ഇസ് ദിസ് ആംഗിൾ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് 180 മൈനസ് എക്സ് ആണ്, റൈറ്റ്? ഇനി സിൻസ് AB CD യും പാരലൽ ആയതുകൊണ്ട് തന്നെ ഇത് AD എന്ന് പറയുന്നതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. സോ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ദേ ആർ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് വിച്ച് ആർ സപ്ലിമെന്ററി, അല്ലെ? സോ ഇത് എക്സ് ആണെങ്കിൽ ദിസ് ആംഗിൾ ഇസ് ഗോയിങ് ടു ബി 180 മൈനസ് എക്സ്. ഞാനിവിടെ 180 മൈനസ് എക്സ് എന്ന് എഴുതാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ട്രാൻസ്വേഴ്സൽ കൺസിഡർ ചെയ്യാണ്. ദിസ് ഇസ് AB ആൻഡ് CD ആർ പാരലൽ. സോ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് എക്സ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ ദി ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ്, അല്ലെ? സെയിം സൈഡിലെ ഇന്റീരിയർ ആംഗിൾസ് എന്താണ്? ദേ ആർ സപ്ലിമെന്ററി. സോ ഇത് 180 മൈനസ് എക്സ് ആണ്. സോ ദിസ് ഹാസ് ടു ബി എക്സ്. സോ ദിസ് ആംഗിൾ ഇസ് എക്സ്. ഇനി ഈ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഫേസ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്, അല്ലെ? That means this is an isosceles trapezium. So here you have angle A is equal to angle B and angle C is equal to angle D, which means this is an isosceles trapezium. Right? Isosceles trapezium ആയതുകൊണ്ട് തന്നെ എന്താണ്? Isosceles trapezium എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്, അല്ലെ? That is AD is equal to BC. Okay, അല്ലേ? AD is equal to BC. So AD equal to BC എന്ന് നമുക്ക് ഇവിടെ കിട്ടി, അല്ലേ? ഇനി ഞാൻ ഇതിന്റെ ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് നോക്കാൻ പോവാണ്. സോ ഹിയർ ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇസ് ട്രയാങ്കിൾ BCD യും അതുപോലെ ട്രയാങ്കിൾ ADC യും. നമ്മൾ ഇവിടുന്ന് പ്രൂവ് ചെയ്തു എന്താണ്? ദിസ് ആംഗിൾ ഇസ് എക്സ്, അതുപോലെ ഈ ആംഗിളും എക്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഐ മീൻ ദിസ് ടു ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ബിക്കോസ് ദേ ആർ ഐസോസെലസ് ട്രപ്പീസിയം. ആൻഡ് ഹിയർ ഈ രണ്ട് ട്രയാങ്കിളിന്റെ കേസിലും നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ADC ഇസ് ഈക്വൽ ടു ആംഗിൾ BCD എന്ന് എഴുതാം. അതുപോലെ തന്നെ DC അല്ലെങ്കിൽ CD is the common side. And third one എന്താണ്? ഈ AD എന്നുള്ള സൈഡും AD എന്നുള്ള സൈഡും BC എന്നുള്ള സൈഡും ഈക്വൽ ആണ്, ബിക്കോസ് ദേ ആർ ഐസോസെലസ് ട്രപ്പീസിയം. സോ AD is equal to BC. Right? So these two triangles are congruent. Right? These two triangles are congruent by SAS theorem. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് ആയാൽ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അല്ലെ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ദിസ് വൺ ബി ഡി ഇസ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. ബി ഡിയും എ സി എന്നാണ് എക്സ് എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് അല്ലേ? സോ ഇറ്റ് ഇസ് ദേ ആർ ഈക്വൽ. സോ ബി ഡി ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു ഡി എന്ന് നമുക്ക് വിളിക്കാം. ദിസ് ഡയഗണൽസ്. ഓക്കെ, സോ ഐസോസെലിസ് ട്രപീസിയത്തിന് എപ്പോഴും ഡയഗണൽസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ഇസ് ഓൾസോ ഡി. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ഇവിടെ ഡയഗണൽസ് നമ്മൾ വരച്ചു. ഇനി പറഞ്ഞിട്ടുള്ളത് ഒ എൽ ഇസ് പെർപെൻഡിക്കുലർ ടു എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒ എൽ ഇസ് പെർപെൻഡിക്കുലർ ടു എ ഡി എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ എഴുതുന്നതിന് മുന്നേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിന് ഒന്നുകൂടി ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എഴുതാം. ഒ ബി എന്താ ഇവിടെ? വാട്ട് ഈസ് ഒ ബി? ഈ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഒ ബി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് സി ഡി ആണ്. ഇസ് ഈക്വൽ ടു ഒ എൽ ഇൻറ്റു എ സി പ്ലസ് ബി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എ സി ഡി ആണ്, ബി ഡിയും ഡി ആണ്. ഒ ബി എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണ് അല്ലെ? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ്. ആൻഡ് ഒ എൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് ടു, ആൻഡ് ഈ എ ബി സി ഡി എന്ന് പറയുന്നത് പാരലൽ സൈഡ്സ് ആണ്. സോ ഞാൻ ഇതിന്റെ എ ബി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ടു പ്രൂവ് ഒ ബി. ഒ ബി ഇൻറ്റു എ ബി പ്ലസ് സി ഡി is equal to OL into AC plus BD. Right? OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്. AB plus CD എന്ന് പറയുന്നത് സം ഓഫ് ദി പാരലൽ സൈഡ്സ് ആണ്. ആൻഡ് OL എന്ന് പറയുന്നത് OL തന്നെ എഴുതുന്നുണ്ട്. AC plus BD എന്ന് പറയുന്നത് ഡയഗണൽസ് ആണ്. ദാറ്റ് ഇസ് D plus D. രണ്ടും ഈക്വൽ ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് R into A plus B ഈക്വൽ ടു OL into 2D. ഇതാണ് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? യെസ്. ഈ പ്രൂവ് ചെയ്യേണ്ട സാധനത്തിന് നമ്മൾ ഡിഫറെന്റ് രീതിയിൽ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ തിയറം അല്ലേ? സോ ലെറ്റ്സ് ടേക്ക് ദാറ്റ് ഈ ആംഗിള് y ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇഫ് ദിസ് ആംഗിൾ ഇസ് y, വാട്ട് ഇസ് ദിസ് ആംഗിൾ? സെൻട്രൽ ആംഗിൾ തിയറം അനുസരിച്ച് ദിസ് ഇസ് 2y. 2y ആണ് അല്ലേ? ആൻഡ് ഞാൻ ഇവിടെ OL പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ OL വരയ്ക്കുന്നുണ്ട് കേട്ടോ. OL വരയ്ക്കുകയാണ്. സോ നമുക്കറിയാം OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OD എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ഓക്കെ, ആൻഡ് പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി സെന്റർ ബൈസെക്ട് ദി കോഡ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ ലെങ്ത്തും ഈക്വൽ ആണ്, ഈ ലെങ്ത്തും ഈക്വൽ ആണ്. ആൻഡ് വി ഹാവ് ദിസ് കോമൺ സൈഡ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിളും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. റൈറ്റ്? ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണ്. മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? സോ ദിസ് ടു ട്രയാംഗിൾസ് ആർ കോൺഗ്രുവന്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? ഈ ആംഗിളും ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു y ആയിരിക്കും. 2y ആണ് ടോട്ടൽ ആംഗിൾ വരുന്നത്. സോ ദിസ് ഈച്ച് വൺ വിൽ ബി ഈക്വൽ ടു y. സോ അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് എഴുതുകയാണ് കേട്ടോ. സോ ദിസ് ഇസ് OD, ദിസ് ഇസ് y ആൻഡ് ദിസ് ഇസ് y. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഞാൻ OL എന്താന്ന് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. സോ OL കണ്ടുപിടിക്കാൻ വേണ്ടി ഐ നോ ദിസ് ഇസ് OL ആൻഡ് ദിസ് ഇസ് R ആൻഡ് ദിസ് ഇസ് മൈ ആംഗിൾ y. ഓക്കെ, സോ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പട്ന്യൂസും വരുന്ന രീതിയിലുള്ള ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് കോസ് y. സോ വാട്ട് ഈസ് കോസ് y? ഇസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പട്ന്യൂസ്. ഓക്കെ, ഏത് ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്? ഫ്രം ട്രയാങ്കിൾ OLA. ഓക്കെ, സോ ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് OL ഇസ് ഈക്വൽ ടു R cos y. സോ OL എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, വിച്ച് ഇസ് R cos y. ഓക്കെ, സോ നമ്മുടെ ഇവിടുത്തെ എക്സ്പ്രഷനിൽ എന്താണ്? OL നമുക്ക് വേണം അല്ലേ? സോ അതിനാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത്. R cos y എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്കിവിടെ ആംഗിൾസ് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും, അല്ലെങ്കിൽ ഇത് y ആണെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 2y അല്ലേ? ഇത് നമ്മൾ നേരത്തെ എഴുതി ദിസ് ഇസ് y ആണെങ്കിൽ ഈ ഓരോന്നും y ആണ്. ദാറ്റ് ഇസ് ടോട്ടൽ 2y ആണ്.
അതുപോലെ ഈ AD എന്നുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത് അല്ലെ. സബ്റ്റൻഡ് ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട് ഓഫ് ദി സർക്കിൾ അല്ലെ. ഈ ഒരു കോഡിലല്ല, ഈ ഒരു ആർക്കിലല്ല, ഈ ആർക്കിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ വിച്ച് ഇസ് y എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതേ പാർട്ടിൽ തന്നെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്, റൈറ്റ്. ഇത് y ആണെങ്കിൽ ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി y. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് y. ഇനി നമുക്കറിയാം AD എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഈക്വൽ കോഡ്സ് ആണ്. ഈക്വൽ കോഡ്സ് ആണെങ്കിൽ ദേ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അല്ലെ. സോ AD സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് y എങ്കിൽ BC സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും? y തന്നെയായിരിക്കും, ബിക്കോസ് ദേ ആർ ഈക്വൽ കോഡ്സ്. സോ അതുകൊണ്ട് ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ ടു y ആൻഡ് BD സബ്റ്റൻഡ് ചെയ്യുന്ന മറ്റൊരു ആംഗിൾ ആണ് ഇത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു y. നമുക്ക് ഇവിടുത്തെ ആംഗിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സോ ഐ എം നോട്ട് റൈറ്റിംഗ് ഇറ്റ് ഹിയർ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് y, ദിസ് ഈസ് y. സോ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ 180 മൈനസ് 2y ആണ്, റൈറ്റ്? ദാറ്റ് ഈസ് ദിസ് ആംഗിൾ. സോ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ ഏതായിരിക്കും? ദീസ് ടു ഫോംസ് ലീനിയർ പെയേഴ്സ് അല്ലേ. ഇത് 180 മൈനസ് 2y ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഗോയിങ് ടു ബി 2y. ഓക്കെ, ഇത് എന്തിനാ എഴുതിയെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊന്നുമല്ല, നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, ഏത് ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എടുത്താലും നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ്. സോ ഈ ഒരു കേസിൽ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു D1ഉം D2ഉം ഈക്വൽ ആണ്. സോ D1 ഇൻറ്റു D2 എന്ന് എഴുതേണ്ട പകരം D ഇൻറ്റു D തന്നെ എഴുതുന്നുണ്ട്. ആൻഡ് സൈൻ തീറ്റ, ഇവിടെ തീറ്റ എന്താണ്? തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽസ് വിച്ച് ഇസ് 2y അല്ലേ. സോ ദാറ്റ് ഇസ് സൈൻ 2y. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്കറിയാം ഇതൊരു ട്രപ്പീസിയം ആണ് അല്ലേ. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്തായിരിക്കും? ട്രപ്പീസിയത്തിന്റെ ഏരിയ ഇസ് ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ് ഇസ് a plus b. This is a, this is b, so it is a plus b into h. h എന്ന് പറഞ്ഞാൽ it is the distance between the parallel sides AP. നമുക്കതിനെ h എന്ന് വിളിക്കാം. So this is into h. ഓക്കെ, ഞാൻ അതിവിടെ എടുത്ത് എഴുതുകയാണ്. ജസ്റ്റ് ഈ രണ്ട് ഏരിയാസും ഇക്വേറ്റ് ചെയ്യണം കേട്ടോ. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു d ഇൻറ്റു d ഇൻറ്റു സൈൻ 2 തീറ്റ അല്ലെങ്കിൽ 2y ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു a പ്ലസ് b ഇൻറ്റു h. ഇനി h എന്ന് പറയുന്നത് ഈ AP ആണ് അല്ലേ. സോ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ APയും ഇതും ആൻഡ് ഇത് ഡയഗണൽ ആണ്. സോ ഈ ഒരു ഡയഗണലും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. ദിസ് ഇസ് സൈൻ y എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ സൈൻ y എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഇസ് സൈൻ y? ട്രയാങ്കിൾ ATC കൺസിഡർ ചെയ്യാണ്. സോ വാട്ട് ഇസ് സൈൻ y? ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് h ആണ്. y എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് h ആണ്. h ബൈ ഹൈപ്പർട്യൂസ് എന്ന് പറയുന്നത് AC ആണ് അല്ലെ. AC എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്, which is D. So sin y equal to h by D, which implies D sin y is equal to h, or you can write h equal to D sin y. Okay, so അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഹാഫ് ഇൻറ്റു d ഇൻറ്റു d അല്ലെങ്കിൽ d സ്ക്വയർ ഇൻറ്റു സൈൻ 2y. സൈൻ 2y എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ ആംഗിളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മേ ബി നിങ്ങളത് +1 ആയിരിക്കും പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2
സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഓക്കെ, സോ അത് നമ്മളിവിടെ എഴുതുകയാണ് കേട്ടോ. സൈൻ 2y എന്ന് പറയുമ്പോൾ 2 സൈൻ y കോസ് y. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എന്താ, ഡി സൈൻ വൈ ആണ്. സോ ഡി സൈൻ വൈ. ഇനി നമുക്ക് രണ്ട് സൈഡും കോമൺ ആയിട്ടുള്ളതിനെയൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്തു, ഒരു ഡി ക്യാൻസൽ ചെയ്തു, ഒരു സൈൻ വൈ ക്യാൻസൽ ചെയ്തു. യെസ്, സോ ബാക്കി എന്താ ഉള്ളത്? ഇറ്റ് ഈസ് 2d കോസ് വൈ. ദാറ്റ് ഈസ് 2d അല്ലെ, 2d ഉണ്ട്, കോസ് വൈ ഉണ്ട്, ഇസ് ഈക്വൽ ടു ഇവിടെ എ പ്ലസ് ബി. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുമായിട്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ആർ ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് നമുക്ക് വേണ്ടത്. വെറസ് നമ്മളിവിടെ എ പ്ലസ് ബി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമുക്ക് ജസ്റ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വാട്ട് ഈസ് ആർ കോസ് വൈ? ആർ കോസ് വൈ നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർ കോസ് വൈ എന്ന് പറയുന്നത് ഒ എൽ ആണ്. സോ 2d ഇൻറ്റു ഒ എൽ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ പ്ലസ് ബി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 2d എന്ന് പറഞ്ഞാൽ രണ്ട് ഡയഗണൽസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് എ സി പ്ലസ് ബി ഡി ഇൻറ്റു ഒ എൽ. എ സി പ്ലസ് ബി ഡി ഇൻറ്റു ഒ എൽ. ആർ എന്ന് പറഞ്ഞാൽ ഇസ് എ റേഡിയസ് വിച്ച് ഇസ് ഇവിടെ ഒ ബി ആയിരുന്നു റേഡിയസ് അല്ലേ. ദിസ് ഒ ബി ഇസ് എ റേഡിയസ്. സോ ഒ ബി എന്ന് എഴുതാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പാരലൽ സൈഡ്സ്, അതായത് സി ഡി ആൻഡ് എ ബി. സി ഡി ആൻഡ് എ ബി അല്ലെങ്കിൽ എ ബി പ്ലസ് സി ഡി എന്ന് എഴുതാം. എ ബി പ്ലസ് സി ഡി. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. ഹെൻസ് ഇറ്റ്സ് ഡൺ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ സ്വന്തമായിട്ട് ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.